അമ്മയും മാത്രമാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ട്. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ാണെന്നാണ് അന്ന് ആൾ പറഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഞാൻ അതിന്റെ പുറകെ പോയാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് അന്വേഷിച്ചിരുന്നില്ല. കാര്യം അയാളുടെ ഒരു പേര് മാത്രമേ കിട്ടിയുള്ളൂ, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് എനിക്കൊരു ഏത് ലൊക്കാലിറ്റിയിലാണ് അയാളെന്ന് പറയാൻ അറിയില്ല. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 കോടി രൂപ തരാം എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതായത് സോളാറിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണെന്നാണ് അന്ന് ആൾ പറഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഞാൻ അതിന്റെ പുറകെ പോയാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് അന്വേഷിച്ചിരുന്നില്ല. കാര്യം അയാളുടെ ഒരു പേര് മാത്രമേ കിട്ടിയുള്ളൂ, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് എനിക്കൊരു ഏത് ലൊക്കാലിറ്റിയിലാണ് അയാളെന്ന് പറയാൻ അറിയില്ല. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 കോടി രൂപ തരാം എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതായത് സോളാറിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്.